വട്ടപൂജ്യത്തിൽ നിന്നും ലോകം കണ്ട ഏറ്റവും വലിയ ധനികനിലേക്ക് വളർന്ന ഇലോൺ മസ്കിന്റെ കഥ പറയാം. 1971 ജൂൺ 28 ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലായിരുന്നു മസ്കിന്റെ ജനനം. ചെറുപ്പകാലത്ത് കമ്പ്യൂട്ടറുകളോട് വലിയ താല്പര്യം കാണിച്ചിരുന്ന ഇദ്ദേഹം തന്റെ 12ാം വയസ്സിൽ ആദ്യ കമ്പ്യൂട്ടർ ഗെയിം വികസിപ്പിച്ച് വിറ്റാണ് തന്റെ സംരംഭക ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചത്. അമേരിക്കയിലും കാനഡയിലുമായി കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മസ്ക് ഇതിനുശേഷം സ്റ്റഫോർഡ് സർവകലാശാലയിൽ PhDക്ക് ചേർന്നെങ്കിലും 2 ദിവസം കൊണ്ട് പഠനം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷം 1995 സഹോദരനോടൊപ്പം തന്റെ ആദ്യ സംരംഭമായ SIP2 കോർപ്പറേഷൻ എന്ന സോഫ്റ്റ്വെയർ കമ്പനി ആരംഭിക്കുകയും പിന്നീട് 1999 ഈ കമ്പനിയെ $2.2 കോടി അമേരിക്കൻ ഡോളറിന് വിൽക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇദ്ദേഹം ലോകമറിയുന്ന പേയ്മെന്റ് കമ്പനിയായ പേപാൽ ആരംഭിക്കുന്നതും 2002 പേപാലിനെ eBay ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പിന്നീടാണ് ഇന്ന് ലോകം അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ബഹിരാകാശ ലോകത്ത് വിപ്ലവങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന സ്പേസ് എക്സ് എന്ന കമ്പനി ആരംഭിക്കുന്നത്. തുടർന്ന് 2004 ഇലക്ട്രിക് വാഹന ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ടെസ്ല മോട്ടോഴ്സിൽ ഇലോൺ മസ്ക് നിക്ഷേപിക്കുകയും ഇന്ന് ഈ കമ്പനി വാഹന ലോകത്തിന് തലവര മാറ്റി മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ്. സ്റ്റാർലിങ്കും ന്യൂറാലിങ്കും ട്വിറ്ററും ഉൾപ്പെടെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമുള്ള ഇലോൺ മസ്ക് ഇപ്പോൾ ചൊവ്വയിൽ കോളനി സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ലോകം ഇപ്പോൾ ഇതിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇലോൺ മസ്ക് ഇതും വിജയകരമാക്കി ലോകത്തിന് മുന്നിൽ കാണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകം ഒരിക്കൽ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ച ഒരു വ്യക്തി തന്റെ ആശയങ്ങളെല്ലാം നിശ്ചയദാർഢ്യത്തോടെ നടത്തി കാണിച്ച് തന്റെ നിരന്തര വിജയങ്ങളിലൂടെ ലോകത്തിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ.